तस्य वर्तनिं पुरोर्श्वस्य बृहता वेदाये अध्यासते। ओम त्वं व्यासाय नमः। सभावासी वंदना। नमो महद्भ्याः, नमो अर्भकेभ्याः, नमो युवभ्याः, नमः आशिनेभ्याः। यजामदेवान् यदि शक्नवामः माज्यायसं समावृक्षिदेवाः। പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. വേദസ്വരൂപം എന്നാണല്ലോ വിഷയം. അപ്പോൾ പലരും പല സന്ദർഭം പല അവസരങ്ങളിലും ഇതേപോലെയുള്ള പരിപാടികൾ പങ്കെടുക്കുമ്പോൾ വേദം തന്നെ കേൾക്കാത്തവരാകും മിക്കവാറും. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ആധുനിക കാലത്തെ വേദപരിചയമില്ലായ്മ. രണ്ടാമത്, നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ബാല്യകാലത്ത് എന്ന് പറയട്ടെ, വേദം എല്ലാവർക്കും കേൾക്കാൻ പാടില്ല എന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പബ്ലിക്കായിട്ട് അങ്ങനെ വേദം ചൊല്ലാറില്ല. എന്നാൽ അതെ, അതുകൊണ്ട് എല്ലാവർക്കും വേദസ്വരൂപത്തെ പറ്റി പറയുമ്പോൾ വെറുതെ ടോക്കിങ്ങിൻ്റെ കാര്യത്തിനോ വേദം എന്താണെന്ന് ചൊല്ലിക്കേൾക്കേണ്ടേ, അതാണ് അതിൻ്റെ പ്രാധാന്യം. മറ്റു വേദത്തെ പറ്റി പലതും പറയാൻ പറ്റും. പക്ഷെ വേദസ്വരൂപത്തെ അറിയണമെങ്കിൽ എങ്ങനെയാണ് വേദം കിടക്കുന്നത് എന്ന് കേട്ടറിയണം. അതാണ് വേദത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ ഋഗ്വേദത്തിൻ്റെ കേൾവി എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്കും കൂടിയാണ് ഈ വേദ വന്ദനകൾ ഇവിടെ ചെയ്തത്. അതിൽ അവസാനത്തെ വരുന്നത് ചൊല്ലിയത് സഭാവാസി വന്ദനയാണ്. അതും വേദത്തിൽ ഉൾപ്പെട്ട് തന്നെയാണ്. അതിൻ്റെ ചെറുതായിട്ടൊരർത്ഥം ആലോചിക്കുമ്പോൾ, നമോ മഹദ്ഭ്യ, ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും നമസ്കാരം. നമോ അർഭകേഭ്യ, ചെറിയ കുട്ടികളായിട്ടിരിക്കുന്ന വല്ലവരുണ്ടെങ്കിൽ അവർക്കും നമസ്കാരം. നമോ യുവഭ്യ, യൂത്ത്, യുവാക്കന്മാർ, യുവതികൾ, അവർക്കും നമസ്കാരം. നമ ആശിനേഭ്യ, പ്രായപൂർത്തി വന്ന പക്വത വന്ന എല്ലാ മധ്യവയസ്കന്മാരോ അല്ലെങ്കിൽ അതിൽ മീതെ പ്രായം ഉള്ള അവർക്കെല്ലാവർക്കും നമസ്കാരം. യജാമ ദേവാൻ യതി ശക്നവാമ, നമ്മുടെ ശക്തിക്കനുസരിച്ച് നമ്മൾക്ക് ദേവന്മാരെ യജിക്കാം, ഈശ്വരന്മാരെ പ്രാർത്ഥിക്കാം, അഥവാ ഈശ്വര കാര്യങ്ങൾ ചെയ്യാൻ പ്രയത്നിക്കാം. മാജ്യായസ ശംസമാവൃക്ഷിദേവ, ഞങ്ങളുടെ ആ പ്രയത്നത്തിൽ ഉള്ള തടസ്സങ്ങൾ എല്ലാം അല്ലയോ ദേവന്മാരെ നിങ്ങളെല്ലാവരും നീക്കിത്തരയണമേ എന്നുള്ള പ്രാർത്ഥന കൂടി ഈ മന്ത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അദ്ദേഹം ശ്രീധർ ശർമാജിയോട് പറഞ്ഞു, എനിക്ക് ഋഗ്വേദ ആലാപന സ്വരൂപം ചെയ്യാൻ കഴിയുമെങ്കിലും സാമവേദം പറ്റില്ല. അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് അദ്ദേഹം ഇവിടെ വന്നു. അപ്പോൾ അദ്ദേഹം അല്പം സാമവേദ ആലാപനയുടെയും ആ സ്വരൂപം പറഞ്ഞിരുന്നു. പിന്നെ ആദ്യം പറഞ്ഞ വിഷയത്തിൽ ഈ എല്ലാവരും പണ്ട് കേൾക്കാറില്ല എന്നൊരു വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ.
അതിൻ്റെ അടിസ്ഥാനം ഇത്ര വെച്ചാൽ മതി. ഇതിനോട് ബഹുമാനം അല്ലെങ്കിൽ ഇതൊരു ബഹുമാന്യമായ വസ്തുവാണ് എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. മാസസ് അങ്ങനെയുള്ളവർ കേൾക്കരുത് എന്ന് മാത്രമേ അതിൻ്റെ ഉദ്ദേശമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നമ്മുടെ നമ്പൂതിരിമാരുടെ അല്ലെങ്കിൽ പഴയ പാരമ്പര്യത്തിൽ ഒരു സാധനം അരുത്, അങ്ങനെ അരുത് എന്ന് പറഞ്ഞാൽ അത് കാരണവന്മാർ ഒന്നുകിൽ അത് തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും വേണമെന്നില്ല എന്നുള്ള അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി എന്നാണ് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ സ്ത്രീകൾക്ക് വേദം ചൊല്ലരുത് എന്നൊരു വിശ്വാസം, അതും ഇതുപോലെ തന്നെയാണ്. കാരണം അവർക്ക് വേദം ചൊല്ലണമെന്നില്ല എന്നുള്ള അർത്ഥം